ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞെത്തിയത് മൗലിദുൽ ഹുസ്നൈനിയുടെ 24-ാമത്തെ അധ്യായം ഹിസ്ബുൽ മുഅ്ജിസാത്ത്, അതിൻ്റെ അവസാന ഭാഗം. അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റു പ്രവാചകന്മാരിൽ നിന്നുള്ള വ്യത്യാസവും എല്ലാ നബിമാർക്കും നൽകപ്പെട്ടതിനേക്കാൾ കൂടുതൽ സ്ഥാനങ്ങളും മാനങ്ങളും മുഅ്ജിസാത്തുകളും അള്ളാഹു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള സമർത്ഥനത്തിലാണ് നാം ഉള്ളത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. ഓരോ പ്രത്യേകം അറിയപ്പെട്ട 25 നബിമാർ, ആ നബിമാർക്ക് നൽകപ്പെട്ട ചില പ്രത്യേകതകളാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇദ്രീസു റുഫിഅ അലിയൽ മകാൻ ഫനബിയുന റുഫിഅ ലൈലത്തുൽ മിഅറാജി അഅലാ മിൻഹു വലം യുദാൻ. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ വറഫഅനാഹു മകാനൻ അലിയ എന്ന് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപ്പയുടെ വല്ലിപ്പയാണ്. അപ്പോൾ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വറഫഅനാഹു മകാനൻ അലിയ, വലിയ സ്ഥാനത്തേക്ക് നാം ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനെ ഉയർത്തി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത്? മുഫസ്സിരീങ്ങൾ അതിന് 2 അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനെ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തി എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനേക്ക് അള്ളാഹു തആല വലിയ മഹത്വം കൽപ്പിച്ചു എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മഹത്വം എന്നല്ല, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനേക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദറജയുണ്ട് എന്നർത്ഥം. മറ്റൊരർത്ഥം പറഞ്ഞത് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ ബാഹ്യമായ ഉയർത്തലാണ് ആ പറയുന്ന ഉയർത്തൽ, ആന്തരികമായ ഉയർത്തൽ അല്ല, ബാഹ്യമായ ഉയർത്തൽ തന്നെ ഉയർത്തിയിട്ടുണ്ട്. ചില ഹദീസുകളിൽ കാണാം ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, എനിക്ക് സ്വർഗവും നരകവും ഒക്കെ ഒന്ന് കാണിച്ചു തരണം. അങ്ങനെ മലക്കുൽ മൗത്ത് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന് ആദ്യമായി നരകം കാണിച്ചു കൊടുത്തു. പിന്നീട് സ്വർഗം കാണണമെന്ന് പറഞ്ഞ് സ്വർഗവും കാണിച്ചു കൊടുത്തു. സ്വർഗം കാണിച്ചു കൊടുത്തപ്പോൾ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എനിക്ക് ആ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിക്കണം. അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവന് പിന്നെ മരണമില്ലല്ലോ, സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പിന്നെ സ്വർഗക്കാർക്ക് മരണമില്ലല്ലോ, അതുകൊണ്ട് ഇനി എൻ്റെ റൂഹ് പിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബി അലൈഹി സ്വലാം സ്വർഗത്തിലാണ്, സ്വർഗത്ത് പോയിട്ടുണ്ട്. അവർ വഫാത്തായിട്ടില്ല എന്നും അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാവിൽ 4-ാം ആകാശത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആകാശത്താണ് എന്നും പറയുന്നുണ്ട്. അവർ വഫാത്തായിട്ടില്ല, ആകാശത്താണ്. അതുകൊണ്ട് ചില മഹാന്മാരൊക്കെ പറഞ്ഞു, ഹയ്യാനി ഫിൽ അർളി ഖദിറുൻ സുമ്മ ഇല്യാസു വഫിസ് സമാഇ കദാ ഈസാ വ ഇദ്രീസു. ഹയ്യാനി ഫിൽ അർളി, ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള 2 നബിമാരുണ്ട്. ഖദിറുൻ സുമ്മ ഇല്യാസു, ഒന്ന് ഖദിർ അലൈഹിസ്സലാം, മറ്റൊന്ന് ഇല്യാസ് അലൈഹിസ്സലാം. വഫിസ് സമാഇ കദാ ഈസാ വ ഇദ്രീസു, ആകാശത്ത് 2 നബിമാരും ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം, മറ്റേത് ഇദ്രീസ് നബി അലൈഹിസ്സലാം. സൂഫിയാക്കളൊക്കെ അങ്ങനെ, സൂഫിയാക്കളിൽ പലരും അങ്ങനെ 4 അമ്പിയാക്കന്മാർ മരിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഇമാം ആരിഫീങ്ങളിൽ പ്രധാനിയായ ഇമാം ഇബ്നു അറബി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, അവർ അങ്ങനെ പറയുന്നതായി കാണാം, ഈ 4 അമ്പിയാക്കന്മാർ വഫാത്തായിട്ടില്ല. അവരാണ് പ്രപഞ്ചത്തിൻ്റെ 4 കോണുകളിലായി പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നത്, പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത്, അള്ളാഹുവിൻ്റെ സംരക്ഷണം കൊണ്ട് സംരക്ഷിക്കുന്നത്, അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ് എന്ന്
ഇബ്നു അറബി ഖദ്ദസുല്ലാഹു തആല സിർറഹുൽ അസീസ് പറയുന്നതായി കാണാം. ഏതായാലും ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കലും വഫാത്തായിട്ടില്ല. അവർ ആകാശത്ത് തന്നെയാണ് ഉള്ളത്. അവരിനി അന്ത്യനാളിൽ ഇറങ്ങി വരും എന്നൊക്കെ തർക്കമില്ലാത്ത, മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത, സുന്നികൾക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ്. അതുപോലെ ഖളിർ അലൈഹിസ്സലാമും ഇല്യാസ് അലൈഹിസ്സലാമും അവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒട്ടുമിക്ക ആരിഫീങ്ങളും ഔലിയാവും പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവിയൊക്കെ അവിഷയത്തിൽ ആരിഫീങ്ങൾക്ക് ഏകോപനമുണ്ട് എന്ന് പറയുന്നതായി കാണാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം വഫാത്തായിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ തർക്കമുണ്ട്. ആരിഫീങ്ങളിൽ പലരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവർ ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ പറഞ്ഞതനുസരിച്ച് ഒരർത്ഥം അനുസരിച്ച് അവർ 7 ആകാശത്തിൻ്റെ മുകളിൽ സ്വർഗത്തിലേക്ക് അവരെ ഉയർത്തപ്പെട്ടു മരിക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ അവർ ആകാശത്താണ് ഉള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ 7 ആകാശത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ഫനബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിഅ ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ രാവിൽ നബി തങ്ങളെ ഉയർത്തപ്പെട്ടത് അഅലാ മിൻഹു, സ്വർഗവുമല്ല സ്വർഗത്തിൻ്റെ അപ്പുറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം എന്ന് പറയുന്നത് അർശിന്റെ ചുവട്ടിലല്ലേ? എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത് എങ്ങോട്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത് ഖാബു കൗസൈനി വരെ പോയി. ഖാബു കൗസൈനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ എൻഡിങ് പോയിന്റാണ്. അതായത് നൂറ് മുഹമ്മദി, ഹഖീഖത്ത് മുഹമ്മദിയത്ത് നിൽക്കുന്ന ലോകം, ഹഖീഖത്ത് മുഹമ്മദിയത്തിൻ്റെ ലോകമാകുന്ന ഖാബു കൗസൈനി, പ്രപഞ്ചത്തിൻ്റെ എൻഡിങ് പോയിന്റ്, അതുവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാവിൽ പോയിട്ടുണ്ട്. വലം യുദാൻ, അങ്ങോട്ട് ഒരു സൃഷ്ടിയും എത്തിയിട്ടില്ല. അങ്ങോട്ട് വലം യുദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കപ്പെട്ടിട്ടില്ല, അടുക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയ ആ മേഖലയിലേക്ക് ആരും പോയിട്ടില്ല. അപ്പോൾ ജീലാനി തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖാബു കൗസൈനിയിലേക്ക് നാം എത്തി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ജീലാനി തങ്ങളുടെ റൂഹിയായ ആത്മീയമായ പോക്കാണ്, ശാരീരികമായ പോക്കല്ല ആ പറഞ്ഞത്. മാത്രമല്ല ജീലാനി തങ്ങൾ ഖാബു കൗസൈനിൻ്റെ അറ്റം വരെ പോയി എന്നതിനർത്ഥമില്ല. ഖാബു കൗസൈനിയുടെ തുടക്കം എന്ന ഹഖീഖത്ത് മുഹമ്മദിയത്തിൻ്റെ ലോകത്തിൻ്റെ തുടക്കം, ആ തുടക്കം വരെ പോയി എന്നർത്ഥത്തിനായിരിക്കും. വനൂഹുൻ നജാ ബിഖൗമിഹി വഉഹ്ലികൽ കുഫാറു ബിത്തൂഫാൻ ഫനബിയുനാ ഉഅതിയ സ്വബ്റ അലാ അദൽ കുഫാരി വശനആൻ. ഇനി നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രത്യേകതയായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സംഭവമാണ്. വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഒരു അധ്യായം തന്നെ ഉണ്ട്, സൂറത്തു നൂഹ്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റിയാണ് പറഞ്ഞത്. വനൂഹുൻ നജാ ബിഖൗമിഹി, നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയുമായി രക്ഷപ്പെട്ടു. വഉഹ്ലികൽ കുഫാർ, നൂഹ് നബിയുടെ ശത്രുക്കളായ അവിശ്വാസികൾ നശിപ്പിക്കപ്പെട്ടു. ബിത്തൂഫാൻ, ലോകമഹാപ്രളയം കൊണ്ട്, ലോകമാകെ വെള്ളത്തിൽ മുങ്ങുന്ന പ്രളയമുണ്ടായി നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത്. ആ പ്രളയത്തിൽ സർവ്വതും നശിച്ചു, എല്ലാവരും നശിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ച ഒരു കപ്പലുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ദിവ്യബോധനമനുസരിച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച്, അള്ളാഹുവിൻ്റെ വഹി പ്രകാരം നിർമ്മിച്ച ആ കപ്പൽ, ആ കപ്പലിൽ കയറിയവർ മാത്രം രക്ഷപ്പെട്ടു. അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനിക്ക് ശത്രുക്കൾക്കെതിരിൽ അങ്ങനെ ഒരു വൻ വിജയം, ഒരു സഹായം ലഭിച്ചു. വിശ്വസിച്ചവർ ഇനി ആരും വിശ്വസിക്കൂല എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല പറഞ്ഞു.
നൂഹ് നബിയോട് അള്ളാഹ് പറഞ്ഞു, നിങ്ങളെ കൗമിന്ന് സമുദായത്തിൽ നിന്ന് ഇതുവരെ വിശ്വസിച്ചവരല്ലാതെ ഇനി ആരും വിശ്വസിക്കൂല എന്ന് അള്ളാഹു തആല ഉറപ്പെടുത്തു നൂഹ് നബിക്ക് അള്ളാഹു. അപ്പോൾ നൂഹ് നബി അള്ളാഹിനോട് പറഞ്ഞു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കുഫാരി ദയ്യാറ. റബ്ബ്, എന്നാ പിന്നെ ഈ ഭൂമിയിൽ നിന്നെ വിശ്വസിക്കാത്ത ഒരൊറ്റ അവിശ്വാസിയെയും നീ ഭൂമിയിൽ ബാക്കിയാക്കൽ, എല്ലാവരും നശിപ്പിക്കുന്നു. നൂഹ് നബി അങ്ങ് ദുആ ചെയ്തു. അങ്ങനെ എല്ലാവരെയും അല്ലാഹു തആല നശിപ്പിച്ചു, വിശ്വാസികളെ രക്ഷിച്ചു. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുടക്കം മുതൽ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നബി തങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ ഇങ്ങനെ ഒരു സഹായം നബി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലല്ലോ എന്നാണ്. അതിന് മറുപടി ഫനബിയുനാ ഉഅ്തിയ സ്വബ്റ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ക്ഷമ നൽകപ്പെട്ടു. അല്ലാഹു നബി തങ്ങൾ വലിയ ക്ഷമാശീലനാണ്. ശത്രുക്കളുടെ പീഡനങ്ങളും ശത്രുതകളും വരുമ്പോൾ ആ പീഡനങ്ങളുടെ മുന്നിൽ, ശത്രുതയുടെ മുന്നിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാമിനെ ശത്രുക്കളൊക്കെ നശിപ്പിച്ചുകൊണ്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വലിയ ക്ഷമ കൊടുത്തു. അലാ അദൽ കുഫാർ, ശത്രുക്കളുടെ, അവിശ്വാസികളായ ശത്രുക്കളുടെ പീഡനങ്ങളുടെ പേരിൽ ക്ഷമ നൽകി. വശനആൻ, ശത്രുക്കളുടെ ശത്രുതയുടെ മേലിലും. ഷനആൻ എന്ന് പറഞ്ഞാൽ ശത്രുത, ശത്രുക്കളുടെ അസൂയ, അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്? അങ്ങനെ ക്ഷമിച്ചപ്പോൾ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ മുസ്ലിങ്ങളായി വന്നു. വല്ലാ തുഹ്ലക ഉമ്മതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിക്കൂല. ബിഅദാബിൻ, ഒരു ശിക്ഷ കൊണ്ടും. യഉമ്മുൽ ബുൽദാൻ, എല്ലാ നാടിനും ബാധകമാകുന്ന സർവവ്യാപിയായ ഒരു അപകടം കൊണ്ട്, ശിക്ഷ കൊണ്ട് അല്ലാഹു തആല ഈ ഉമ്മത്തിനെ ശിക്ഷിക്കൂല എന്നുള്ള ഒരു അനുഗ്രഹം, ഒരു കറാമത്ത്, ഒരു സ്പെഷ്യൽ ഓഫർ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. ആ ഓഫർ നൽകിയാലോ? ആ ഓഫർ നൽകുമ്പോൾ എല്ലാവരും ശിക്ഷിക്കുന്നുള്ള ഓഫർ എന്ന തീരുമാനം വന്നാൽ ചിലപ്പോൾ വിശ്വാസികളും അതിൽ പെട്ടുപോകും. എല്ലാവർക്കും ബാധകമാവുന്ന വലിയ ശിക്ഷ, അങ്ങനത്തെ ശിക്ഷ വരൂല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരിക്കൽ വിശ്വസിക്കാത്ത ആളുകളും പിൻകാലത്ത് വിശ്വസിക്കും. അല്ലെങ്കിൽ ആ വിശ്വസിക്കാത്ത, ഒരു കാലഘട്ടത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ മക്കൾ, പിൻതലമുറ വിശ്വസിക്കാൻ കാരണമാവും. അതന്നെ പിന്നീട് പറയുന്നത്. അപ്പം നമ്മുടെ നബിക്ക് നൽകപ്പെട്ടതാണ് ഏറ്റവും വലിയ സ്ഥാനം, ഏറ്റവും വലിയ മഹത്വം. നൂഹ് നബിക്ക് നൽകപ്പെട്ടത് അല്ല. വഅന്നഹു ആമന ബിഹി ഫീ നഹ്വി 20 ആമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഫീ നഹ്വി 20 ആമാ, 20ഓളം വർഷങ്ങൾക്കുള്ളിൽ. അല്ലേ, 63-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിൽ 23ഓളം വർഷങ്ങൾക്കുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ചെറിയ വർഷമാണ്, ചെറിയ കാലയളവാണത്, 23ഓളം വർഷം. ഈ വർഷത്തിനുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഉലൂഫുൻ ബിഇഖാൻ, ആയിരക്കണക്കിന് ആളുകൾ ദൃഢമായ വിശ്വാസത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 1,00,000-ലധികം സ്വഹാബത്ത് ഉണ്ട്, സ്വഹാബിമാർ തന്നെയുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് എത്ര ആയിരക്കണക്കിന് ആളുകളാണ് കേവലം 23 വർഷങ്ങൾക്കുള്ളിൽ വിശ്വസിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാമോ
20 വർഷമല്ല നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിയത്. നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിയത് വആശ യദ്ഉ ബിആയാതിൻ മുബയ്യിനത്തിൻ ഫീ ഖൗമിഹി അൽഫ ആമിൻ ഗൈറ 50. നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ സമുദായത്തിൽ 950 വർഷം പ്രബോധനം തന്നെ നടത്തിയിട്ടുണ്ട്. അവർ 1000-ൽ പരം വർഷം ജീവിച്ചിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാം. പക്ഷേ 950 വർഷം പ്രബോധനം നടത്തി. എന്നിട്ടും നൂഹ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചത് എത്ര പേരാ? നൂഹ് നബി അലൈഹി സ്വലാം വഫാത്താവുന്ന സമയത്ത് 100-ന്റെ താഴെ ആളുകളാണ് വിശ്വസിച്ചത്. കേവലം 12 പേരുള്ളൂ എന്ന അഭിപ്രായമുണ്ട്. 6 ആൺമക്കളും അവരുടെ ഭാര്യമാരും. അങ്ങനെ 12 പേരുള്ളൂ എന്നും അഭിപ്രായമുണ്ട്. അല്ല 70 അഭിപ്രായമുണ്ട്. ഏതായാലും 100-ന്റെ ചോടയുള്ള ആളുകൾ മാത്രമേ 950 വർഷം നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്തിട്ടും വിശ്വസിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ നബിക്ക് നൽകപ്പെട്ടത് വലിയ ഭാഗ്യമാണ് അള്ളാഹു നൽകിയത്. നൂഹ് നബി അലൈഹി സ്വലാം 1000 വർഷം 50 ഒഴികെ എന്ന് പറഞ്ഞാൽ 950 വർഷം പ്രബോധനം നടത്തി. ഫാമ നബി നൂഹ് നബിനെ കൊണ്ട് വിശ്വസിച്ചത് മന്ദൂനമിഅ 100-ന്റെ ചോടയുള്ള ആളുകളാണ്. ഫഹുവ മിഹ്സാൻ. നൂഹ് നബി അലൈഹി സ്വലാം വിഷയത്തിൽ വലിയ വിമുഖനാണ്, ദുഃഖിതനാണ്. ആ ദുഃഖം നൂഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി ആകാശത്ത് വെച്ച് കണ്ടപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്ത് വലിയ വൈമുഖ്യമുണ്ട്, വലിയ ദുഃഖമുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നൂഹ് നബി പറയുകയും ചെയ്തു, എൻ്റെ കാലശേഷം അവസാന കാലഘട്ടത്തിൽ പ്രബോധനത്തിനായി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഈ പ്രവാചകന്. പക്ഷെ എന്നെക്കൊണ്ട് ചെറിയ തുച്ഛം ആളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. ഈ നബിയെ കൊണ്ട് എത്രയോ ആളുകൾ വിശ്വസിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രി പോയ അന്ന് അവിടെ വെച്ച് ആകാശത്ത് വെച്ച് നബി പറഞ്ഞ സംഭവം മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹ്ശറിൽ ചെല്ലുമ്പോഴും മറ്റു എല്ലാ അംബിയ മുർസലീങ്ങളുടെ സമുദായവും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൻ്റെ മുന്നിൽ തോറ്റുപോകും. അതിന് മുത്തുനബി ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു കറുത്ത രോമമുള്ള കാള, കറുത്ത രോമമുള്ള കാളയുടെ പുറത്ത് ആ രോമങ്ങൾക്കിടയിൽ വെളുത്ത രോമം എത്ര എണ്ണം ഉണ്ടാവും? അത്ര മാത്രമേ എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായത്തിനെ അപേക്ഷിച്ച് മറ്റു സമുദായങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡയറക്റ്റ് സമുദായമാണ് മഹ്ശറിൽ നിറഞ്ഞു നിൽക്കുക, സ്വർഗത്തിലും മഹ്ശറിലൊക്കെ നിറഞ്ഞു നിൽക്കുക. അത്രത്തോളം പ്രാഗൽഭ്യം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉണ്ട്. കാരണം നമ്മുടെ നബിയാണ് മറ്റു എല്ലാ പ്രവാചകന്മാരുടെയും പ്രവാചകന് നബി. അവരുടെ എല്ലാവരുടെയും ഗുരുവും റസൂലും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ നബിമാരുടെയും അംബിയ മുർസലീങ്ങളുടെയും ഷൈഖ്, ഗുരു നമ്മുടെ നബിയാണ്. അപ്പോൾ നമ്മുടെ നബിയുടെ സമുദായമല്ലേ, നമ്മുടെ നബിയെ കൊണ്ടല്ലേ കൂടുതൽ പ്രതിഫലനം ഉണ്ടാകേണ്ടത്, കൂടുതൽ ആളുകൾ വിശ്വാസികൾ ഉണ്ടാവേണ്ടത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വിവാഹം ചെയ്യൂ, തസവ്വജു, നിങ്ങൾ വിവാഹം ചെയ്യണം, നിങ്ങൾ സന്താന പരിപാലനം നടത്തണം, എന്നിട്ട് ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യണമെന്നൊക്കെ ഹദീസിൽ കാണാം. ഫഇന്നീ ഉബാഹീബിക്കും, കാരണം ഞാൻ, നിങ്ങൾ എൻ്റെ സമുദായം പ്രസവിക്കപ്പെട്ട് കുറേ മക്കളുണ്ടായാൽ ഫഇന്നീ ഉബാഹീബിക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളെ കൊണ്ട് അഭിമാനം പറയും, അഭിമാനം കൊള്ളും. വലൗ ബിസ്സിഖ്തി,
അത് പ്രസവിക്കുന്ന സമയത്ത് തന്നെ ജീവനില്ലാതെ ചാക്കുട്ടിയായി ചാപ്പിള്ളയായി വന്ന കുട്ടിയാണെങ്കിൽ പോലും മഹ്ശറിൽ അതിന് ജീവമുണ്ടാവും. ആ ചാപ്പിള്ളയായ കുട്ടിയെ കൊണ്ട് പോലും ഞാൻ അഭിമാനം പറയുന്ന അവസരമുണ്ടാവുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിമു, മക്കളില്ലാത്ത ദമ്പതികൾക്കൊക്കെ അല്ലാഹു തആല മുത്തനബിൻ്റെ ഹക്കുകൊണ്ട് സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. വിവാഹിതരല്ലാത്ത എല്ലാ ചെറുപ്പക്കാരികൾക്കും അനുയോജ്യമായ ഇണകളെയും തുണകളെയും അല്ലാഹു തആല കൊടുക്കട്ടെ. ഇബ്രാഹിമു നജാ മിൻ നാരി നുംറൂദ് ഇബ്നി കൻആൻ ഫനബിയുനാ മിൻ നാരിൽ ഹർബി വൽ ഉദ്വാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പ്രത്യേകമായി പറയാനുള്ളത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് വലിയൊരു മുഅ്ജിസത്ത്. അവരെ നുംറൂദ് തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം, ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുറത്ത് എടുത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ രോമം പോലും കരിഞ്ഞിട്ടില്ല. അങ്ങനെ വലിയൊരു മുഅ്ജിസത്തുണ്ടായ ആളാണ്. ഇബ്രാഹിമു നജാ മിൻ നാരി നുംറൂദ് ഇബ്നി കൻആൻ. കൻആനിൻ്റെ മകനായ നുംറൂദിൻ്റെ തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടു. നമ്രൂദ് എന്നാണ് ചിലവർ പറയാറുള്ളത്, നുംറൂദ് എന്നാണ് ശരിക്കും പറയേണ്ടത്. നുംറൂദിൻ്റെ തീക്കുഴിയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടു. ഫനബിയുന, അങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടിട്ട് അതുപോലും തീരെ ശരീരത്തിൽ ഏശാതെ യാതൊരു പോറലും ഏൽപ്പിക്കാതെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന മുഅ്ജിസത്ത് നമ്മുടെ നബിക്കുണ്ടായിട്ടുണ്ടോ എന്ന്. ഫനബിയുന, എന്നാൽ നമ്മുടെ നബി മിന്നാരിൽ ഹർബി വൽ ഉദ്വാൻ, യുദ്ധത്തിൻ്റെ തീനാളം, യുദ്ധം ആളിക്കത്തുന്ന യുദ്ധങ്ങൾ എത്രയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായി. ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. വൽ ഉദ്വാൻ, ശത്രുതയുടെ തീയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ബദറൊക്കെ എന്ത് കത്തിയാളിയ യുദ്ധമായിരുന്നു അല്ലേ? ആൾബലവുമില്ല, ആയുധബലവുമില്ല, ഈമാനിൻ്റെ ശക്തിയല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ബദർ ഇങ്ങനെ കത്തിയാളുന്ന സമയത്ത് ആ ബദറിൻ്റെ തീയിൽ നിന്ന്, അത് ആന്തരികമായ തീയാണ്, ബാഹ്യമായ തീയല്ല, അതിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടു. കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബി അത്ഫഅഹൽ ഹന്നാൻ, ഖുർആൻ പറഞ്ഞതാണ്. അതിനെക്കുറിച്ചും തീയെന്ന് പറയും. യുദ്ധം ഒരു സൈസ് തീയാണ്, മനസ്സിന് അനുഭവിക്കുന്നൊരു തീയാണ്, അത് കൽബിന് അനുഭവിക്കുന്ന. സാധാരണ തീ ശരീരത്തിലാണ് ആ സാധാരണ തീ അനുഭവിക്കാൻ കഴിയുക. എന്നാൽ യുദ്ധം എന്ന് പറയുന്നതോ അത് മനസ്സിന് പിടികൂടുന്ന തീയാണ്. അതാണ് ഏറ്റവും വലിയ തീ, മനസ്സിന് അനുഭവിക്കുന്ന തീയാണ് ഏറ്റവും വലിയ തീ. കുല്ലമാ ഔഖദൂ നാറൻ, അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളായ മുനാഫിഖീങ്ങളും മറ്റും യുദ്ധത്തിൻ്റെ തീനാളങ്ങൾ കത്തിക്കുമ്പോൾ, യുദ്ധത്തിന് തീ കൊളുത്തുമ്പോൾ അത്ഫഅഹൽ ഹന്നാൻ, അല്ലാഹു തആല ആ തീയിനെ കെടുത്തിക്കളയും എന്ന് പറഞ്ഞാൽ ആ യുദ്ധങ്ങളിൽ അല്ലാഹു തആല മുത്തുനബിക്ക് സംരക്ഷണം നൽകും. യുദ്ധത്തിൽ ആ യുദ്ധം ഭാഗികമായോ പൂർണ്ണമായോ പരാജയപ്പെടുത്തും. ഫമാ അശദ്ദ ലളാ വതീസി ബദ്രിൻ, ബദർ യുദ്ധത്തിൻ്റെ ഒക്കെ തീനാളം എത്ര ശക്തമായിരുന്നു. ഉഹദ് യുദ്ധത്തിൻ്റെയും ഹുനൈൻ യുദ്ധത്തിൻ്റെയും അസ്സുഖാൻ, ഏറ്റവും ചൂടേറിയ യുദ്ധങ്ങളാണ് ബദർ, ഉഹദ്, ഹുനൈൻ. അപ്പം അങ്ങനെ പറയുമ്പോൾ അത്ര ഉള്ളൂ അല്ലേ? ബാഹ്യമായ തീ, ആ തീയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണത്. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ തീരെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നിപ്പം. അല്ല,
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ടപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനിക്ക് അങ്ങനെ ഒരു മുഅ്ജിസത്ത് ഉണ്ടായത് എങ്കിൽ ഏതൊരു നബിയുടെയും സമുദായത്തിനുണ്ടാകുന്ന കറാമത്തുകൾ ആ നബിയെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അത് ആ നബിയുടെ മുഅ്ജിസത്താണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനിക്കുണ്ടായ അതേ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ സ്വഹാബത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് സ്വഹാബത്ത് ഈ തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലം രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾക്ക് തന്നെ, അനുയായികൾക്ക് തന്നെ, അവർ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച അനുയായികൾക്ക് തന്നെ അങ്ങനത്തെ കറാമത്ത് ഉണ്ടാകാമെങ്കിൽ മുത്തനബിക്ക് എന്തായാലും ഉണ്ടാകാം. അത് മുത്തനബിക്ക് വേണ്ടാത്ത അങ്ങനെ ഒരു സംഭവം വേണ്ടാത്തത് കൊണ്ടാണ് അത് അല്ലാഹു തആല വേണ്ടെന്ന് വെച്ചത്. അതേ സമയത്ത് സ്വഹാബത്തിനിക്ക് അതുണ്ടായിട്ടുണ്ട്. അൽ അസ്വദുൽ അനസി എന്ന് പറയുന്ന ഒരുത്തന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഞാനാണ് പ്രവാചകൻ എന്ന് വാദിച്ചു വന്നിരുന്നു. യമനിലെ സ്വനുആയിലാണ് അസ്വദുൽ അനസി ഉള്ളത്. അക്കാലത്ത് ദുഐബ് ഇബ്നു കുലൈബ് എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് വിശ്വസിക്കാൻ അസ്വദ് പറഞ്ഞു. വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. പക്ഷേ നീ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അസ്വദുൽ അനസി ദുഐബ് ഇബ്നു കുലൈബ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് ഇട്ടതുപോലെ തീയിലേക്ക് ഇട്ടു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം തീയിൽ നിന്ന് ഒരു പോറൽ പോലും പറ്റാത്ത രൂപത്തിൽ രക്ഷപ്പെട്ടു. ആ സംഭവം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയും ചെയ്തു. അന്നേരം അത് കേട്ട സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തിനാ മിസ്ല ഇബ്രാഹിമൽ ഖലീൽ. നമ്മുടെ ഈ സമുദായത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തുല്യമായ ഒരു വ്യക്തിനെ അല്ലാഹു തആല തന്ന അല്ലാഹു അത്ര സ്തുത്യർഹനാണെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ സ്തുതി, ആ ഹംദ് തന്നെ നമ്മുടെ ഈ സംശയത്തിനക്ക് മറുപടിയാണ്. അതുപോലെ ഈ അസ്വദുൽ അനസി തന്നെ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉണ്ട്. പക്ഷേ ഉവൈസുൽ ഖർണിയെ പോലെ, യമനിലായിരുന്നല്ലോ ഉവൈസുൽ ഖർണി ഉണ്ടായിരുന്നത്, ഉവൈസുൽ ഖർണിയെ പോലെ റസൂലുള്ളാഹിനെ കാണാൻ ഭാഗ്യം കിട്ടിയില്ല. അതിൻ്റെ മുമ്പായിട്ട് മുത്തനബി വഫാത്തായിപ്പോയി. അബൂ മുസ്ലിമുൽ ഖൗലാനി മുത്തനബിയെ കൊണ്ട് മുത്തനബിയുടെ കാലത്ത് തന്നെ വിശ്വസിച്ച ആളാണ്. പക്ഷേ അസ്വദുൽ അനസിയെ കൊണ്ട് വിശ്വസിക്കാത്തത് കൊണ്ട് അബൂ മുസ്ലിമുൽ ഖൗലാനിയെയും എടുത്ത് തീയിലേക്ക് ഇട്ടു. അബൂ മുസ്ലിമുൽ ഖൗലാനിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അങ്ങനെ അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വന്നപ്പോൾ മുത്തനബി വഫാത്തായ ഉടനെയാണ് അത്. മുത്തനബി വഫാത്തായിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് അന്നേരം ഖലീഫ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൽബസനി ഹത്താ അറാനി ഫി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സനഅ ബിഹി കമാ സനഅ ബി ഇബ്രാഹിം ഖലീലിർ റഹ്മാൻ. എനിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനിക്ക് സംഭവിച്ചതുപോലത്തെ ഒരു അസംഭവ്യം, ഒരു അസാധാരണ സംഭവം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അല്ലാഹു തആല ആ വ്യക്തിക്ക് നൽകി. അങ്ങനത്തെ ഒരു വ്യക്തിയെ കാണുന്നത് വരെ എനിക്ക് ജീവിക്കാൻ ഭാഗ്യം തന്ന അള്ളാഹുവിന് സ്തുതി എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഈ വിഷയം കേട്ടപ്പോൾ പറഞ്ഞു. അതുപോലെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പ്രഗത്ഭരായ സ്വഹാബിയാണ്. അദ്ദേഹത്തിനെയും ഖുറൈശികൾ തീ കൊണ്ട് കരിക്കാൻ ശ്രമിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മാറിന് വേണ്ടി ദുആ ചെയ്തു. ഖുൽന യാ നാറു കുനി ബർദം വസലാമൻ അലാ അമ്മാർ കമാ കുന്തി അലാ ഇബ്രാഹിം. തീയിനോട് മുത്തനബി പറഞ്ഞു, ഓ തീ, നീ അമ്മാറിന് ബർദും സലാമുമായിരിക്കണം, സുരക്ഷയും തണുപ്പുമായിരിക്കണം. കമാ കുന്തി അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നീ
സുരക്ഷയും തണുപ്പുമായതുപോലെ എന്ന് മുത്തുനബി തീയിനോട് കൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന, മുത്തുനബിൻ്റെ കൽപ്പന. അങ്ങനെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു തീയിന്ന് പുറത്തു വന്നപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ സംഭവം ധാരാളം സ്വഹാബികൾക്കും അല്ലാത്തവർക്കും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് ഉണ്ടാവാതിരുന്നതിൽ അത്ഭുതമില്ല. ബൽ ഉൽഖിയ ഫിന്നാരി ഗൈറു വാഹിദിൻ മിനസ് സുഹ്ബാൻ, അനേകം സ്വഹാബിമാര് മുത്തുനബിയുടെ അനുയായികൾ തീയിലേക്ക് അവരെ എറിയപ്പെട്ടു. ഫകാനത്ത് അലൈഹിം ബർദം വസലാമൻ, ആ തീ അവർക്ക് തണുപ്പും സുരക്ഷയും, അവർക്ക് തണുപ്പും സുരക്ഷയുമായി. മഅൽ ലഹബാൻ, തീ നല്ല ചൂടുള്ള നല്ല തീനാളങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ആ തീയിൽ ഇടപെട്ട മഹാന്മാർക്ക്, അവർക്ക് ആ തീ സുരക്ഷയും തണുപ്പുമായി. അത് തന്നെയാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും ഉണ്ടായത്. വലി ഇബ്രാഹിമ മഖാമുൽ ഖുല്ലത്തി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ടു മഖാമുൽ ഖുല്ല, ഖലീൽ എന്ന് പറയുന്ന സ്ഥാനം. ഖലീലുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഖലീൽ എന്നുള്ള സ്ഥാനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ടത്. ഫസീദ നബിയുന, നമ്മുടെ നബിക്ക് നൽകപ്പെട്ടു മഖാമൽ മഹബ്ബ അൽ അഅളം, അൽ ഹബീബുൽ അഅളം എന്ന് പറയുന്ന സ്ഥാനമാണ്. ഹബീബ് എന്ന സ്ഥാനമല്ല, അൽ ഹബീബുൽ അഅളം എന്ന് പറയുന്ന സ്ഥാനമാണ് നബിക്ക് അള്ളാഹു നൽകിയത്. കാരണം ഹബീബ് എന്ന് ചിലപ്പോൾ ഔലിയാവിനെ കുറിച്ചും പറയും. മുത്തനബിയുടെ സുന്നത്ത് പൂർണ്ണമായി പിൻപറ്റി വലിയ സ്ഥാനത്തേക്കെത്തി. മുത്തനബിയുടെ അതേ ചയറിൽ മുത്തനബി ഇരുത്തി അവസാനം ആ വലിയനെ കുറിച്ചും ഹബീബ് എന്ന് പറയും. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ ഹബീബുൽ ആലമല്ല. ഹബീബുൽ ആലം ഒറ്റന്നേ ഉള്ളൂ, അത് അള്ളാഹുവിൻ്റെ നബി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിക്ക് അൽ ഹബീബുൽ ആലം എന്നുള്ള സ്ഥാനമാണ്. വഹുമാ ഖലീലാൻ, നമ്മുടെ നബിക്കും ഖലീൽ എന്നുള്ള പേരുണ്ട്. നമ്മുടെ നബിയും ഖലീൽ തന്നെയാണ്, ഖലീലുർ റഹ്മാനാണ്. ഇബ്രാഹിം നബിയും ഖലീലുർ റഹ്മാനാണ്. പക്ഷെ ഖലീലിൻ്റെ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനമാണ് ഹബീബിൻ്റെ സ്ഥാനം. ഹബീബിൻ്റെ സ്ഥാനം എന്താ? ഹബീബിൻ്റെ സ്ഥാനം, ഹബീബും മുഹിബും തമ്മിൽ യാതൊരു അന്തരവുമില്ലാത്ത അവസ്ഥയാണ് ഹബീബിനും മുഹിബിനും ഉണ്ടാകുക. ഖലീൽ അങ്ങനല്ല. ഖലീൽ തൊട്ടടുത്ത സ്ഥാനമുള്ള ആളാണ്, അടുത്ത ആളാണെങ്കിലും പക്ഷെ ചെറിയൊരു അകൽച്ച ഉണ്ടാവും. അതാണ് ഖലീൽ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വഹീഹായ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹ്ശറിൽ ജനങ്ങൾ ഷഫായത്തിന് വേണ്ടി ഓരോ നബിമാരടുത്തേക്കും, എല്ലാ നബിമാരും അല്ല, 1,24,000 നബിമാരുടെ അടുത്തേക്ക് പോകുന്ന ഹദീസിലില്ല. സുപ്രധാനികളായ അംബിയാ മുർസലീങ്ങൾ 25 അംബിയാ മുർസലീങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതിൽ സുപ്രധാനികളായ ആളുകളുടെ അടുത്തേക്ക് ആദം നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം, ഇങ്ങനെയുള്ള നബിമാരുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് ചൊല്ലുമ്പോൾ, ആ ഷഫായത്തിന് വേണ്ടി ചൊല്ലുമ്പോൾ അവർ പറയും, ഓ ഇബ്രാഹിം നബിയെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖലീലല്ലേ എന്ന് പറയും. അപ്പോൾ ഇബ്രാഹിം നബി അതിന് മറുപടി കൊടുക്കുന്നത്, ഞാനൊക്കെ ഇന്നമാ കുന്തു ഖലീലൻ മിൻ വറാഉ എന്നാ പറയാ. അത് നമ്മൾ വേറെ സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അള്ളാഹിൻ്റെ ഖലീലായത് എത്രയോ പിന്നിന്നാണ്. മിൻ വറാഉ എന്നാ പറയുക. ഇതൊക്കെ മുന്നിൽ എത്രയോ നിര വേറെ ഉണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറയുന്നുണ്ട്. വമിൻ സമ്മ, ഇതുകൊണ്ട് തന്നെ യഖൂലു ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും, ഇത് യുസ്തഷ്ഫഉ, മഹ്ശറിലെ ആ ഭയാനകരമായ ആ സമയത്ത് ഷഫായത്തിന് വേണ്ടി ആളുകൾ നട്ടോട്ട് ഓടും. ആരാണ് ഷഫായത്തിന് ഓടുന്നത്? അത് ഉമ്മത്ത് മുഹമ്മദിയത്തായ സ്പെഷ്യൽ ഉമ്മത്ത് മുഹമ്മദിയത്താണ് നമ്മൾ. മുത്തനബി ഭൂമിയിൽ വന്നതിന് ശേഷം മുത്തനബിയെ കൊണ്ട് വിശ്വസിച്ചവർ, എല്ലാ സമുദായവും മുത്തനബിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. മുത്തനബിനെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരു സമുദായത്തിന് അള്ളാഹു സ്വർഗ്ഗത്തിൽ കടത്തൂല. ആദം നബിനെ കൊണ്ട് മാത്രം വിശ്വസിച്ചു. മുഹമ്മദ് നബി വരാനിരിക്കുന്ന മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരാളെ അള്ളാഹു തആല സ്വർഗ്ഗത്തേക്ക് കൊണ്ടുപോകില്ല. എല്ലാവരും മുത്തനബിൻ്റെ സമുദായമാണ്.
എല്ലാ അമ്പിയാക്കന്മാരോടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്ത്? നിങ്ങൾ ഇന്നെ കൊണ്ട് വിശ്വസിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എൻ്റെ കാലശേഷം പിന്നീട് ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകനെ കൊണ്ടും വിശ്വസിക്കണമെന്ന് പറയണമെന്ന് എല്ലാ നബിമാരോടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ മുത്തുനബിൻ്റെ സമുദായമാണ്, ഇൻഡയറക്റ്റ് സമുദായങ്ങളാണ്. മുത്തുനബിൻ്റെ ഡയറക്റ്റ് സമുദായമാണ് മുത്തുനബി ഭൂമിയിൽ വന്നതിന് ശേഷം വിശ്വസിക്കാൻ ഭാഗ്യം തന്നെ നമ്മൾ. പഠിച്ചോനെ, ഞങ്ങളെല്ലാവരെയും എൻ്റെ ഹബീബിൻ്റെ യഥാർത്ഥ ഉമ്മത്തിൽപ്പെട്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. അപ്പോൾ ഈ പ്രത്യേക ഉമ്മത്ത് അവർ നമ്മൾ പല സ്ഥലങ്ങളിലായി മൗലിദുൽ ഹുസ്നൈനിയുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. മഹ്ശറിൽ അവർ സമുദായങ്ങളുടെ ലീഡേഴ്സാണ്. അവർ ഈ ഷഫായത്തിന് വേണ്ടി നട്ടോട്ടം ഓടൂല. അവർക്കറിയാം മുത്തുനബിയെക്കുറിച്ച് മഹബത്ത് വെച്ച് മുത്തുനബിയെക്കുറിച്ച് പഠിച്ച ആളുകൾ ഷഫായത്തിന് അർഹത മുത്തുനബിക്കാന്ന് അറിയാം. അവരൊരിക്കലും എങ്ങോട്ടും പോകൂല. മറ്റുള്ള ആളുകളാണ് ബേജാറായി ആദം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്കും നിങ്ങളുടെ പല നബിമാരുടെ അടുത്തേക്ക് പോകുന്നത്. ചിലർ നാം അടക്കമുള്ള ആളുകൾ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് ശരിയല്ല. ഇന്നമാ കുന്തു ഖലീലൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും അങ്ങനെ ഷഫായത്ത് തേടുമ്പോൾ, ഇന്നമാ കുന്തു ഖലീലൻ, ഞാൻ ഖലീലായി എന്ന് നിങ്ങൾ പറഞ്ഞത്, ഞാൻ ഖലീലായത് മിൻ വറാഇ അക്നാൻ, എത്രയോ മറകളുടെ പിന്നിലാണ് ഞാനുള്ളത്. ഇബ്രാഹിമു അബ്നുഹു ലിൽ കഅബത്തി ബാനിയാൻ, മറ്റൊരു പ്രത്യേകതയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. ഇബ്രാഹിം നബിയും തൻ്റെ മകനും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കഅബയെ പുനർനിർമ്മാണം നടത്തിയവരാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നിർമ്മാണം നടത്തിയിട്ടില്ലേ? ഫനബിയുന, നമ്മുടെ നബിയും ഷാറക ഫീ തർമീമിഹ, കഅബയുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിൻ്റെ മുമ്പ്, മുത്തുനബിക്ക് അന്ന് 25 വയസ്സാണെന്ന് പറയപ്പെടുന്നു. അന്ന് കഅബ പൊളിഞ്ഞു. കഅബനെ ഖുറൈശികൾ പുനർനിർമ്മാണം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ മുത്തുനബി തങ്ങളും പങ്കാളിയായിട്ടുണ്ട്. മാത്രമല്ല വദഅൽ ഹജറ, കഅബയുടെ ഹജറുൽ അസ്വദ് വലിയ മഹത്വമേറിയ ഭാഗമാണ് കഅബയിൽ നിന്ന്. ആ ഹജറുൽ അസ്വദിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്ഥാനത്ത് വെച്ചത്. ഫശറഫതുഹുൽ യദാൻ, ഹജറുൽ അസ്വദിനെ 2 കരങ്ങൾ മഹത്വവൽക്കരിച്ചിട്ടുണ്ട്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിശുദ്ധ കരവും മറ്റൊന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ കരവും. അങ്ങനെ 2 വിശുദ്ധ കരങ്ങൾ മഹത്വവൽക്കരിച്ച കല്ലാണ് ഹജറുൽ അസ്വദ്. ഇസ്മായിലു സബറ അൻ യുദ്ബഹ, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറുക്കപ്പെടുന്നത് ക്ഷമിച്ചു. അത് ഇസ്മായിൽ നബിൻ്റെ ഒരു പ്രത്യേകതയാണ്. വമദ്ബഹു ഖാൻ, പക്ഷേ അവിടെ അറവുണ്ടായില്ല. അറുക്കപ്പെടാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കത്തിയൊക്കെ എടുത്ത് ഒരുങ്ങി, പക്ഷെ അറുത്തിട്ടില്ല. അപ്പോഴത്തിന് അതിനു മുമ്പായി അപ്പോഴേക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ നിന്നൊരു ആടിനെ കൊണ്ടുവന്നു. ആ ആടിനെ അറുത്തു എന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ നബി അങ്ങനെയല്ല. നമ്മുടെ നബി ഫനബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം സബറ അലാ അൻ ശഖ സദ്റഹുൽ മലക്കാൻ. അർക്കാന്ന് പറയുന്നത് കഴുത്തിലാണ് കത്തി വെക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാണുകയാണ്. നേരെ 2 മലക്കുകൾ വന്നിട്ട് കിടത്തി കത്തിയെടുത്ത് ഹൃദയം കീറുക. അത് കീറുക തന്നെ ചെയ്തു. അത് അങ്ങനെ കീറിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു. സബറ അലാ അൻ ശഖ സദ്റഹുൽ മലക്കാൻ, മുത്തുനബിയുടെ ഹൃദയം പൊളിക്കുന്നതിൻ്റെ മേലിൽ മുത്തുനബി ക്ഷമിച്ചു. 2 മലക്കുകൾ കീറിപ്പൊളിച്ചു. അത് ക്ഷമിച്ചു. വേദനയൊന്നും അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലും ആ ഒരു അവസരത്തിൽ ക്ഷമിച്ചല്ലോ, അതിന് നിന്നു കൊടുത്തല്ലോ. വമിൻ കലാമി ശൈഖിൽ ബുറൈ സാഹിബി ദീവാൻ, ഇമാം ബുറൈ റളിയല്ലാഹു അൻഹു ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കവിതയിൽപ്പെട്ടതാണ്. സാഹിബി ദീവാൻ, അവർക്ക് ദീവാനുൽ ബുറൈ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം തന്നെയുണ്ട്. അതിൽപ്പെട്ട ചില വരികൾ
പെട്ടെന്ന് ആ വരികൾ പാടി നമുക്ക് നിർത്താം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. പല തവണ അർത്ഥം വെച്ചതുകൊണ്ട് അർത്ഥം വെക്കേണ്ടതില്ല. യാ ഉദ്ദതി യാ റജാഇ ഫിൻ നവാഇബി യാ ഇസ്സി വകൻസി വയുസ്രി ബഅദ യസാരി. നോക്കി മുഅ്മിനീങ്ങളെ, കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ വിളിച്ച് മുത്തനബിയോട് അവരെ വിഷയങ്ങളൊക്കെ ദുന്യവിയും ഉഖ്റവിയുമായ ആവശ്യങ്ങൾ പറഞ്ഞവരാ. ഇവരൊക്കെ വലിയ മഹാന്മാരാണ്. അപ്പോൾ ഇമാം ബുറായി പറഞ്ഞത് കണ്ടോ, മുത്തനബിയെ വിളിക്കുക, യാ ഉദ്ദത്തി, ഞാൻ ഒരുക്കി വെച്ച എൻ്റെ ഒരുക്കായ നബിയെ, എൻ്റെ പ്രശ്നങ്ങൾക്കും ഞാൻ ഒരുക്കി വെച്ചത് അങ്ങയെയാണ്. യാ റജായി, എൻ്റെ പ്രതീക്ഷയായ നബിയെ, ഫിന്നവാഇബി, വിഷമഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ ഒരുക്കി വെച്ചതും എൻ്റെ പ്രതീക്ഷയുമായ നബിയെ, യാ ഇസ്സി, എൻ്റെ അഭിമാനമായ നബിയെ, എനിക്ക് അപമാനം വരുമ്പോൾ അഭിമാനമുണ്ടാവുന്നത് അങ്ങയെ കൊണ്ടാണ്. വകൻസി, എൻ്റെ നിധിയായ നബിയെ, വയുസ്രി ബഅദ ഇഅ്സാരി, എനിക്ക് പ്രയാസമുണ്ടാവുമ്പോൾ ആ പ്രയാസം സംഭവിച്ച ശേഷം പ്രയാസത്തിൽ നിന്ന് എളുപ്പമുണ്ടാകുവാനുള്ള വഴിയും അങ്ങാണ്. അപ്പോൾ ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പ്രയാസമുള്ള സമയത്ത് എളുപ്പം കണ്ടെത്തുന്നവരാണ്. എന്താ പറയുന്നത് അവർ? ഇസ്മഇ ഗറായിബ മദ്ഹില്ല ഉരീദു ബിഹാ തഹ്സീല ദാരിം വദീനാരിം വഖിൻതാരി. എന്താണ് ബുറായി തങ്ങൾ കവിത ചൊല്ലിയിട്ട് ആവശ്യപ്പെടുന്നത്? ഇസ്മഇ ഗറായിബ മദ്ഹിൻ, അപൂർവമായ ആശ്ചര്യമുള്ള എൻ്റെ മദ്ഹ് കീർത്തനങ്ങൾ അങ്ങ് കേൾക്കണേ. ലാ ഉരീദു ബിഹാ, എൻ്റെ ഈ മദ്ഹ് കീർത്തനങ്ങളെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല തഹ്സീല ദാരിൻ, എനിക്ക് വീട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ദുനിയാവിലൊരു വീടുണ്ടാവണം, അതല്ല എൻ്റെ ഉദ്ദേശ്യം. ഞാൻ ഈ കവിത ചൊല്ലുന്നത് വീടുണ്ടാവാനല്ല, വീട് കിട്ടാനല്ല. വദീനാരിൻ, എനിക്ക് സമ്പത്ത് കിട്ടാനുമല്ല, കാശ് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ കവിതയുണ്ടാക്കിയത്. വഖിൻതാരി, വലിയ സമ്പത്തിൻ്റെ കൂമ്പാരങ്ങൾ ലഭിക്കാൻ വേണ്ടിയുമല്ല. പിന്നെന്താ? ബല്ലർതജി മിൻക ഫിദ്ദാറൈനി മർഹമതൻ വഫിൽ ഇഖാമതി ബൈനദ്ദാരി വദ്ദാരി. അല്ലാഹ് ഇമാൻ പറയുന്നത് കണ്ടോ, ബല്ലർതജി മിൻക, നബിയെ അങ്ങയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അങ്ങയിൽ നിന്ന് ഞാൻ തേടുന്നു, അള്ളാഹുവിൽ നിന്ന് എന്നല്ല ഇവർ പറയുന്നത്. ഇപ്പോൾ ഇമാം ബൂസീരി, ബുറൈ, അവരുടെ മുൻകാലത്ത് കഴിഞ്ഞു പോയവർ, അവരുടെ ശേഷം വന്നവർ, ഇവരൊക്കെ ഈ രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ബല്ലർതജി മിൻക, നബിയെ അങ്ങയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആവശ്യപ്പെടുന്നു. ഫിദ്ദാറൈനി, ദുനിയാവിലും ആഖിറത്തിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. മർഹമത്തൻ, റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു. ദുനിയാവിലും എനിക്ക് റഹ്മത്ത് വേണം, എനിക്ക് മഹ്ശറിലും ആഖിറത്തിലും റഹ്മത്ത് വേണം. രണ്ട് റഹ്മത്തും അങ്ങയിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വഫിൽ ഇഖാമത്തി ബൈനദ്ദാരി വദ്ദാരി, അതുപോലെ ഈ ലോകത്തിൻ്റെയും ആഖിറത്തിൻ്റെയും ഇടയിലുള്ള ഒരു താമസമുണ്ട്, ബർസഖിയ ലോകം. ആ ബർസഖിയ ലോകം ഖബർ, ആ ഖബറിൻ്റെ ജീവിതത്തിലും എനിക്ക് റഹ്മത്ത് വേണം. ഈ മൂന്ന് ലോകത്തുമുള്ള റഹ്മത്ത് അങ്ങയിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതന്നല്ലേ ഇമാം ബൂസിരി പറഞ്ഞത്, വലൽ തമസ്തുഗിനദ്ദാറൈനി മിൻ യദിഹി ഇല്ലസ്തലം തുന്നദാ മിൻ ഖൈരി മുസ്തലമി. ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും ഞാൻ മുത്തനബിയിൽ നിന്ന് എപ്പോൾ ചോദിക്കുമോ അപ്പോൾ തന്നെ എനിക്കത് കിട്ടാറുണ്ട് എന്ന് ഇമാം ബൂസിരിയും പറഞ്ഞു. ഫമാ മദഹതുക, അപ്പോൾ മുത്തനബിയിൽ നിന്ന് അങ്ങനെ ചോദിക്കൽ ശിർക്കൊന്നല്ല, അത് അള്ളാഹുവിനെ അവഗണിക്കലോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു അമലോ അത് അദബ് കേടോ അത് ഖിലാഫുല്ലൗലെ കറാഹത്തോ ഹറാമോ ആയ ഒരു സംഭവം അല്ല. അങ്ങനെ മുൻഗാമികളായ ഇമാമികളും പണ്ഡിതന്മാരൊന്നും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അവരൊക്കെ നേരെ മുത്തുനബിയോട് ചോദിച്ചവരാണ്. ഇനിയും പറയുന്നു, ഫമാ മദഹതുക ബിത്തഖ്സീരി മുഅ്തരിഫ, നബിയെ
അങ്ങയെ ഞാൻ മദ്ഹ് ചെയ്തത് ബിത്തഖ്സീരി മുഅ്തരിഫ, എനിക്ക് മദ്ഹ് ചെയ്താൽ അങ്ങയുടെ മദ്ഹ് തീർക്കാൻ കഴിയുന്നോ, എവിടെയെങ്കിലും എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ എൻ്റെ വീഴ്ച, എൻ്റെ അപാകത സമ്മതിച്ചു കൊണ്ട് ഞാൻ അങ്ങയെ മദ്ഹ് ചെയ്യുന്നത് ഇല്ലാലി തഖ്ഫീഫി ആസ്വാരി, എൻ്റെ ഭാരങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയാണ്. ദുഃഖഭാരങ്ങൾ ഔസാരി, എൻ്റെ ദോഷങ്ങളുടെ ഭാരങ്ങളെയും ലഘൂകരിക്കാൻ വേണ്ടിയാണ്. ദോഷങ്ങളുടെ ഭാരങ്ങളും ദുഃഖഭാരങ്ങളൊക്കെ ലഘൂകരിക്കപ്പെടും അങ്ങയുടെ മദ്ഹ് ചൊല്ലിയാൽ. അതിനാണ് ഞാൻ മദ്ഹ് ചൊല്ലുന്നത്. വൈന യൻസിലു മദ്ഹി ഫീക ബഅദ സനാ സബഇൽ മസാനി വസജ്ഇ സുമ്മ അശ്ആരി. വൈന യൻസിലു മദ്ഹി ഫീക, അങ്ങയെക്കുറിച്ച് ഞാൻ മദ്ഹ് ചെയ്തിട്ട് ആ മദ്ഹ് എവിടെ എത്താനാ? ബഅദ സനാ സബഇൽ മസാനി, വിശുദ്ധ ഖുർആൻ അങ്ങയെ എത്രയോ സ്ഥലങ്ങളിൽ മദ്ഹ് ചെയ്യുന്നുണ്ട് വ്യക്തമായി, മറ്റു സ്ഥലങ്ങളിൽ പരോക്ഷമായും ഖുർആൻ മദ്ഹ് ചെയ്യുന്നുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ അങ്ങയെക്കുറിച്ച് മദ്ഹ് ചെയ്തതിൽ എല്ലാം അടങ്ങിയിട്ടുമുണ്ട്. അതിൻ്റെ ശേഷം ഞാനിനി മദ്ഹ് ചെയ്താൽ എവിടെ എത്തും? എവിടെയും എത്തൂല. വസജി, ഞാൻ ഗദ്യത്തിൽ പ്രാസമൊത്തുകൊണ്ട് ഗദ്യരൂപത്തിൽ അങ്ങയെക്കുറിച്ച് മദ്ഹ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നാൽ അത് എവിടെ എത്താനാ? സുമ്മ ഷാരി, എൻ്റെ കവിതകൾ എവിടെ എത്താനാ? എവിടെയും എത്തുകയില്ല. വകംലി അഷ്റഫി റുസുലില്ലാഹി മിൻ ശറഫി ലം യബ്ലുഗിൽ ഖൽഖു മിൻ ഉശ്റ മിഅ്ശാരി. അഷ്റഫു റസൂലില്ല, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ അത്യുന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര സ്ഥാനമഹിമയാണ് ഉള്ളത്. ലം യബ്ലുഗിൽ ഖൽഖു മിൻ ഉശ്റ മിഅ്ശാരി, മുത്തുനബി അല്ലാത്ത ഒരു സൃഷ്ടിയും മുത്തുനബിക്ക് നൽകപ്പെട്ട മഹത്വങ്ങളിൽ നിന്ന് അതിൻ്റെ 10% പോലും എത്തിച്ചിട്ടില്ല. വകം ലഹു ഫീ അലാമാത്തിൻ നുബുവത്തി മിൻ മുസന്നഫാത്തിൻ സ്വഹീഹാത്തിൻ വആസാരി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാണ്, സത്യപ്രവാചകരാണെന്നറിയിക്കുന്ന അലാമാത്തുൻ നുബുവ, സത്യപ്രവാചകരാണെന്നറിയിക്കുന്ന അസംഭവ്യങ്ങളും മുഅ്ജിസാത്തുകളും എത്രയാണ് വന്നിട്ടുള്ളത്. മിൻ മുസന്നഫാത്തിൻ സ്വഹീഹാത്തിൻ, പ്രബലമായ ഗ്രന്ഥങ്ങളിലൂടെ, വആസാരി, പ്രബലമായ ഉദ്ധരണികളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും ഹദീസുകളിലൂടെയും എത്ര സംഭവങ്ങളാണ് വന്നിട്ടുള്ളത്. കബുർഇ മർളൻ വഫൈളുൽ മാഇ മിൻ യദി വഉൻസിൻ ആഫിരി ഗിസ്ലാനിൻ വതുയാരി. അത് നമ്മൾ പലയിടത്തായി വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. കബുർഇ മർളൻ, രോഗിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രോഗം പറഞ്ഞ രോഗിക്ക് സുഖപ്പെട്ടത്, കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബിക്ക് കണ്ണ് തിരിച്ചു കൊടുത്തു. അതുപോലെ ഭ്രാന്തുള്ള പെണ്ണിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അല്പം കൊടുത്തപ്പോൾ ഭ്രാന്ത് മാറിപ്പോയി. അങ്ങനെ എത്ര സംഭവം. ഫൈളുൽ മാഇ മിൻ യദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിൽ നിന്ന്, വിരലുകൾക്കിടയിൽ നിന്ന് നല്ല ശുദ്ധജലം ഒഴുകി. അല്ലേ, ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, 100 കണക്കിന് സ്വഹാബത്ത് മുത്തുനബിയുടെ വിരലുകൾക്കിടയിലൂടെ ഒരു പാത്രത്തിൽ കൈവച്ച് കൊടുത്തു. മുത്തുനബിയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന രൂപത്തിൽ വെള്ളം വന്നു. സ്വഹാബത്തെല്ലാം കുടിക്കാനും കുളിക്കാനും വുദൂ ചെയ്യാനും ആ വെള്ളം ഉപയോഗിച്ചു. അത് നാം വിശദീകരിച്ചിട്ടുണ്ട് മുമ്പ്. മാനുകളിൽ നിന്നും, പക്ഷികളിൽ നിന്നും മാനുകളിൽ നിന്നും മനുഷ്യനോട് ഇണങ്ങാത്ത പക്ഷികളും മാനുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇണക്കം കാണിച്ചു, മുത്തുനബിയോട് സംസാരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ സംഭവം. മാന് മുത്തുനബിയോട് സങ്കടം പറഞ്ഞു, നബിയെ, എനിക്ക് 2 മക്കളുണ്ട്, ആ മക്കൾക്ക് മുല കൊടുക്കാനുണ്ട്, എന്നെ ഒരു വേട്ടയാടുന്ന ആൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ മുത്തുനബിയോട് സംസാരിച്ച സംഭവം. വനുത്തുകി ലൊബ്ബിം വനസ്ജിൽ അങ്കബൂതി കമ ബാദുൽ ഹമാമു ലിസാനി ഇസ്നൈനി ഫിൽ ഗാരി. അതുപോലെ വനുത്തുകി ലൊബ്ബിൻ, ഉടുമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ചു, വിശദീകരിച്ചതാണ് സംഭവം. വനസ്ജിൽ അങ്കബൂത്തി, 8 കാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണത്തിനായി ഗാർ സൗരിൽ ഒളിച്ചിരുന്ന സമയത്ത് അതിൻ്റെ ആ ഗുഹയുടെ തുടക്കഭാഗത്ത് ആ 8 കാലി വല തീർത്തു. നബി തങ്ങൾക്ക് സംരക്ഷണം നൽകി. കമാ ബാൽ ഹമാമു ലിസാനിസ്നൈനി ഫിൽ ഗാരി, ഗുഹയിൽ 2 ആളിൽ ഒരാളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണമായി പ്രാവ് മുട്ടയിടുകയും ചെയ്തു. ആ സംഭവമൊക്കെ മുമ്പ് പറഞ്ഞതാണ്. വൽ ഉദുബു കല്ലമഹു വൽ ജദ്ഉ ഹന്നവ ഫി മഅനാഹു തസ്ലീമു അഹ്ജാരിൻ വ അഷ്ജാരി. മാത്രമല്ല വൽ ഉദുബു കല്ലമഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവയവം സംസാരിച്ചിട്ടുണ്ട്. ആടിൻ്റെ കൊറു അതിൽ വിഷമൂട്ടിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു ജൂതപ്പെണ്ണ് കൊണ്ടുകൊടുത്തു. അതിനെ മുത്തുനബി കടിച്ചു. അന്നേരം ആ ആടിൻ്റെ അവയവം സംസാരിക്കുകയാണ്, ഞാൻ നബിയെ എന്നെ തിന്നരുത്, ഞാൻ വിഷമൂട്ടപ്പെട്ടതാണ് എന്ന്. അതുപോലെ വൽജിദ് ഹന്ന, ഈത്തപ്പനയുടെ തടി മുത്തുനബിയോടുള്ള സ്നേഹത്താൽ കരഞ്ഞു. ആ സംഭവം വിശദീകരിച്ചതാണ്. അഫീ മഅനാഹു തസ്ലീമു അഹ്ജാരിൻ വ അഷ്ജാരി, ഇതിൻ്റെ ഇതേ രീതിയിൽ തന്നെയാണ് എത്രയോ കല്ലുകളും മരങ്ങളും മുത്തുനബിയോട് സലാം പറഞ്ഞു. വൽ ഗൈമു ളല്ലലഹു വൽ ബദറു ശുഖലഹു, വൽ ഗൈമു ളല്ലലഹു, കാർമേഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീലിട്ട് കൊടുത്തു. വൽ ബദറു ശുഖലഹു, പൂർണ്ണചന്ദ്രൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായി 2 പിളർപ്പാക്കപ്പെട്ടു. ഇതൊക്കെ മുത്തുനബിയുടെ മുഅ്ജിസാത്തുകളാണ്. വസദിയു ഫാള ബിദർരിൻ മിൻഹു മിദ്റാരി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണത്താൽ ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ സ്തനം മുലപ്പാൽ വറ്റിപ്പോയ മുലയിൽ നിന്നും ധാരാളം ഒഴുകി പാല് വന്നു. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ഒരു അമാനുഷിക കഴിവാണ്. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.